ഹലോ, പുഴഞ്ഞണ്ട് കിട്ടുമ്പോൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഇതാ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇന്ന് പുഴഞ്ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതാ ഇവർ നല്ല ഓട്ടക്കാരാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചാടി ചാടി എടുത്തും ചട്ടിയുടെ പുറത്ത് ചാടി. ഞണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം മസാല തയ്യാറാക്കിയതിന് ശേഷം വേണം ഞണ്ട് മുറിക്കാൻ തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വാടിയ ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി തയ്യാറാക്കി വെക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ ഗ്രേവി അവിടെ റെഡി ആയിട്ടിരിക്കട്ടെ, നമുക്ക് ഞണ്ട് നന്നാക്കാൻ പോവാം. വലിയ കഥയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത്രയും പിടയ്ക്കുന്ന ഞണ്ട് കിട്ടിയാൽ എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഈ വെളുത്ത കരങ്ങൾ ജിനേട്ടൻ്റെതാണ്. കാലെല്ലാം പൊട്ടിച്ചതിന് ശേഷം അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ അതാ നല്ല രീതിയിൽ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവിടെ കിടന്ന് ഇവർ രണ്ടുപേരും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇവർ രണ്ടുപേരും കൂടി തിളച്ച് സെറ്റായി വന്നോട്ടെ. ഞണ്ടും ഗ്രേവിയും തമ്മിൽ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ തിളച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് കടുകും ഉള്ളിയും താളിച്ചൊരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഞണ്ട് കറി ഇവിടെ റെഡിയാണ്.